ഈ രണ്ട് കൈയില്ലെങ്കിലും അന്നൊന്നും എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയില്ലായിരുന്നു. 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കൈയില്ല എന്നുള്ളൊരു ബോധ്യത്തോട് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് അതുവരെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഇത് ഈ വരുന്ന സാധനമായിരിക്കും, കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെയാകും, ശരിയാകും, അങ്ങനെയൊക്കെ ഓർത്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞൊരു 9ാം 10ാമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ കൈയില്ല. പക്ഷെ അന്നേരം എനിക്ക് ആകപ്പാടൊരു ബുദ്ധിമുട്ട് തോന്നി. എന്നാലും ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് അതിനോട് ബോധ്യപ്പെടുത്തുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നുക വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങുമ്പോഴായിരുന്നു ബുദ്ധിമുട്ട് തോന്നുന്നത്. എല്ലാവരും നമ്മളെ തന്നെ, എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് ഞാൻ ഒരു ഭീകര ജീവി വരുന്ന മാതിരിയാണ് അവരുടെയൊക്കെ നോട്ടം. 2 കൈയില്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന മാതിരി. അന്നൊക്കെ ഞാനും ഓർത്തത് ഞാൻ മാത്രമായിരിക്കും ഈ 2 കൈയില്ലാത്ത ഒരു കുട്ടി ഈ ലോകത്തുള്ളതെന്നാണ്. 2 കൈയില്ല, പക്ഷേ 2 കൈയില്ലാത്തവരുണ്ടാകും, അല്ലെങ്കിൽ കാലില്ലാത്തവരുണ്ടാകും, അല്ലെങ്കിൽ അരക്കി ഇപ്പോൾ തളർന്നവരുണ്ടാകും, ആക്സിഡൻറ്റ് പറ്റി വീൽ ചെയറിൽ കിടക്കുന്നവരുണ്ടാകും. പക്ഷേ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ എങ്ങനെ എന്ത് വിചാരിച്ചിരുന്നാലും നമ്മുടെ മനസ്സാണല്ല. നമ്മൾ മടി പിടിച്ചിരിക്കാതെ നമുക്ക് പറ്റുന്ന ദൈവം നമുക്ക് എന്തെങ്കിലും ഒന്ന് കരുതിയിട്ടുണ്ടായിരിക്കും. അതല്ലാതെ നമ്മളിങ്ങനെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കാതെ നമുക്ക് തന്നിട്ടുള്ള കഴിവുകൾ നമ്മളും പുറം ലോകത്തെ അറിയിക്കുക. ലോകപ്രശസ്ത പ്രഭാഷകനും സുവിശേഷകനുമായ നിക്ക് വുജിസിക്കിനെ അറിയാത്തവരുണ്ടാവില്ല. നിക്ക് ആത്മവിശ്വാസം പകർന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. 2 കരങ്ങളും 2 കാലുകളുമില്ലാതെ ജനിച്ചു വീണിട്ടും തൻ്റെ പരിമിതികളെ മനോഹരമായി അതിജീവിച്ച നിക്ക്, ആത്മവിശ്വാസം കൊണ്ട് നെയ്തെടുത്ത ചിറകുകൾ വിരിച്ച് ലോകമെങ്ങും പറന്നെത്തുന്ന അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു സൗഹൃദമുണ്ട്. 2 കരങ്ങളുമില്ലാതെ പിറന്നു വീണ ഒരു ചിത്രകാരി സ്വപ്ന അഗസ്റ്റിൻ. കഴിഞ്ഞ വർഷം സ്വപ്ന തൻ്റെ കാലുകൊണ്ട് വരച്ച നിക്കിൻ്റെ മനോഹരമായ കുടുംബചിത്രം ദുബായിൽ വെച്ച് അദ്ദേഹത്തിന് സമ്മാനിച്ച കാഴ്ച ഏറെ വൈകാരികമായിരുന്നു. വേൾഡ് മലയാളി ഫെഡറേഷൻ എന്ന സംഘടന ഇക്കഴിഞ്ഞ ലോക വനിതാ ദിനത്തിൽ ഏറ്റവും സ്വീകാര്യയായ ഒരു മലയാളി വനിതാ വ്യക്തിത്വത്തെ തിരഞ്ഞെടുക്കുവാൻ ഓൺലൈൻ വോട്ടിംഗ് നടത്തുകയുണ്ടായി. ഏറ്റവും അധികം പേർ പിന്തുണച്ചത് സ്വപ്ന അഗസ്റ്റിനെ ആയിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സ്വപ്നയെ തേടിയെത്തിയ അംഗീകാരങ്ങൾ അനവധിയാണ്. ആഗോള സമൂഹത്തിന് നിക്ക് എന്നതുപോലെ കേരളത്തിൽ അനേകായിരങ്ങൾക്ക് ആത്മവിശ്വാസം പകരുവാനും ഈ കൊച്ചു കലാകാരിക്ക് ഇതിനകം കഴിഞ്ഞിരിക്കുന്നു. ദൈവം നൽകിയ ദാനങ്ങളും താലന്തുകളുമെല്ലാം 100 മേനി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തിന് ഏറെ പ്രചോദനാത്മകമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ചിത്രരചനയിലൂടെ അനേകായിരങ്ങൾക്ക് പ്രത്യാശയും മനസ്സിന് സന്തോഷവും ജീവിതത്തിന് പ്രതീക്ഷയുമെല്ലാം നൽകാൻ സ്വപ്നയ്ക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിലെ പരിമിതികളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടുകൂടി ദൈവം നൽകിയ അവസരങ്ങളെയെല്ലാം പുതിയ ചാലുകളിലേക്ക് തിരിച്ചുവിടാൻ സ്വപ്നയ്ക്ക് സാധിച്ചു. സ്വപ്നയെക്കുറിച്ച് ഈ ഇടവകാംഗങ്ങളും ഈ സമൂഹവും നാട് മുഴുവനും അഭിമാനിക്കുകയാണ്. എല്ലായിടത്തും സ്വപ്നയെക്കുറിച്ചുള്ള ഖ്യാതി വ്യാപിച്ചിട്ടുണ്ട്. സ്വപ്നയുടെ ഈ വളർച്ച ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ വലിയ ഒരു അഭിമാനമാണ്. കഴിയില്ലാത്ത പല കാര്യങ്ങളും സ്വമേധയാ പറ്റില്ല അല്ലെങ്കിൽ വയ്യ എന്ന് തോന്നുന്ന ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ആളുകൾക്ക് സ്വപ്നയുടെ ജീവിതം, അവൾ ഇന്ന് എത്തി നിൽക്കുന്ന ആ ഒരു തലം, അംഗപരിമിതമായിട്ടുള്ള ആളുകൾക്ക് ഇത് വലിയൊരു പ്രചോദനമാണ്. ഈ പ്രദേശത്തെ ഒട്ടനവധി കുട്ടികൾക്ക് സ്വപ്നയുടെ ഈ ജീവിതം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വപ്നയുടെ ഈ ജീവിത ശൈലി കൊണ്ട് ഒരു മാതൃകയാക്കിക്കൊണ്ട് ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ഉള്ള ഒരു ധാരണ കൊടുക്കുവാനായിട്ട് ഞങ്ങളുടെ കൊച്ചു സഹോദരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 കൈകളുമില്ലാതെ ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ മാതാപിതാക്കളുടെ ആകുലത എത്രമാത്രമായിരിക്കുമെന്ന് വിവരിക്കാനാവില്ല. സ്വപ്നയുടെ മാതാപിതാക്കളായ പൈങ്ങോട്ടൂർ കൊച്ചുമുട്ടം അഗസ്റ്റിൻ സോഫി ദമ്പതികൾക്കും
അവൾ പിറന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ആ മാതാപിതാക്കൾ അല്പം വ്യത്യസ്തരായിരുന്നു. തികഞ്ഞ ദൈവവിശ്വാസികളായിരുന്ന അവർ ഒരു സാധാരണ കുഞ്ഞിനെ എന്നവണ്ണം ആത്മവിശ്വാസം പകർന്നും അവശ്യഘട്ടങ്ങളിൽ ശരിയായ പരിശീലനം നൽകിയും അവളെ വളർത്തി. പ്രത്യേകിച്ച് തൻ്റെ പിതാവായിരുന്നു എല്ലാത്തിനും മുന്നിലുണ്ടായിരുന്നത് എന്ന് സ്വപ്ന ഓർമ്മിക്കുന്നു. എല്ലാത്തിനും ഫുൾ സപ്പോർട്ട് തന്നുകൊണ്ടിരുന്നത് എൻ്റെ പപ്പയായിരുന്നു. പിന്നെ അമ്മയും ഉണ്ടായിരുന്നു. എന്നാലും സഹോദരങ്ങൾ, എൻ്റെ ഇളയതാണ് 3 പേരുള്ളത്. അപ്പം അവരും കൂടി ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് അത്രയ്ക്കും ഇതായില്ല. എന്നാലും ആ പപ്പയാണ് കൂടുതലായിട്ട് ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിന്നിരുന്നത്. വീട്ടിലുള്ളവരും അടുത്തുള്ളവരും അയൽക്കാരൊക്കെ പറയുമായിരുന്നു, എന്തിനാണ് ഈ പഠിപ്പിക്കുന്നത്, ഇങ്ങനെ എന്താണ്. പക്ഷേ അന്നൊന്നും പപ്പ ഒരു കൃഷിക്കാരനാണെങ്കിലും പപ്പയ്ക്ക് എന്നെ പഠിപ്പിക്കണമെന്നും എന്നെ ഒരു സ്വന്തമായിട്ടൊരു നിലയിലാക്കണമെന്നൊരു തൻ്റെ ഇടം ഉണ്ടായിരുന്നു പപ്പയ്ക്ക്. മറ്റുള്ളവരെ പോലെ അല്ലായിരുന്നു. ആ ഒരു ഒത്തിരി വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ചെറുതായിട്ടുള്ളൊരു സാമാന്യ വിദ്യാഭ്യാസം എനിക്ക് തരണം എന്നുള്ളൊരു ധൈര്യത്തോടു കൂടിയാണ്. പിന്നെ പ്രാർത്ഥിക്കാനായിട്ടാണേലും പപ്പ പറഞ്ഞ് പഠിപ്പിച്ചു തരുമായിരുന്നു, അമ്മയാണേലും. വളരെ ബുദ്ധിപൂർവമാണ് ആ മാതാപിതാക്കൾ ഇരു കരങ്ങളുമില്ലാത്ത തങ്ങളുടെ പിഞ്ചുകുഞ്ഞിനെ പരിശീലിപ്പിച്ചത്. ആ ഇളം മനസ്സിൽ ചിലപ്പോഴൊക്കെ വേദന അനുഭവപ്പെട്ടിരുന്നെങ്കിലും തന്നെ സ്വയം പര്യാപ്തയാക്കാൻ അവർ സ്വീകരിച്ച വഴികളെക്കുറിച്ചുള്ള സ്മരണ ഏറെ കൃതജ്ഞതയോടെയാണ് സ്വപ്ന വിവരിക്കുന്നത്. വീട്ടിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുമ്പം പാത്രത്തിൽ ആദ്യമൊക്കെ അമ്മ എനിക്ക് വാരിത്തരുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേനും ഇവരുടെ ഒപ്പം തന്നെ എനിക്കും പാത്രത്തിൽ വെച്ച് തരുമായിരുന്നു. അപ്പം ഞാനിവരെനിക്ക് എടുത്ത് തരുമെന്ന് വിചാരിച്ചാണ് ഞാനിരുന്നത്. പക്ഷേ ഇവർ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ നോക്കി ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 1-2 പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ സ്പൂണും കൊണ്ട് ഞാൻ തന്നെ കോരി കഴിക്കാൻ നോക്കി. കുറേയൊക്കെ താഴെ പോകുമായിരുന്നു. എന്നാലും ഞാനത് കോരി കഴിച്ചു. അമ്മ എനിക്ക് ആ ഒരു പരിശീലനം വേറെ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ സ്വന്തമായിട്ട് കഴിക്കാനായിട്ടാണല്ലോ. അപ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു ഞാനൊരു 4 വയസ്സ് 5 വയസ്സ് ഉള്ളൂ. പക്ഷേ എന്നാലും എനിക്ക് ഒരു ഇതായിരുന്നു, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിച്ചിട്ട് പോകുന്നു, എനിക്കൊന്നും വാരി തന്നില്ലല്ലോ എന്നെൻ്റെ ഒരു മനസ്സിൽ നല്ലൊരു നോട്ടം ഞാൻ അമ്മേനെ നോക്കുന്നുണ്ടായിരുന്നു, ദേഷ്യത്തിൽ വാശി വയ്ക്കാനായിട്ടാണേലും. പക്ഷേ എനിക്കത് അവിടെ നിന്ന് അന്ന് എനിക്കങ്ങനെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് കഴിക്കാനായിട്ടാണേലും സാധിക്കുന്നത്. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിലുള്ള മേഴ്സി ഹോമിൽ താമസിച്ചാണ് 6-ാം വയസ്സ് മുതൽ സ്വപ്ന പഠിച്ചതും വളർന്നതും. ഇത്തരത്തിൽ ശാരീരിക വൈകല്യമുള്ള ഒരു കുഞ്ഞിനെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുവാനുള്ള സൗകര്യം അക്കാലത്ത് ജന്മനാട്ടിലില്ലാതിരുന്നതിനാലാണ് മാതാപിതാക്കൾ വേദനയോടെ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. 6 വയസ്സായപ്പോഴാണ് ചങ്ങനാശ്ശേരിയിൽ പോകുന്നത് പഠിക്കാനായിട്ട്. ആദ്യം പപ്പയാണ് പോയി അന്വേഷിച്ചത്. അപ്പോൾ ഇങ്ങനെ 2 കൈയില്ലാത്തൊരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കൊരു എങ്ങനെയാണ് കൊച്ചിനെ പഠിപ്പിക്കുക, എങ്ങനെ അവിടെ നിർത്തും എന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരം തന്നെ എഴുതാം, തന്നെ കഴിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അന്ന് ഒരു ദിവസം കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ടാണ് എന്നെയും കൂട്ടി പോയത്. അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു വിഷമമായിരുന്നു. എന്ത് ചെയ്യും ഈ കൊച്ചിനെ കൊണ്ട്, 2 കൈയും ഇല്ലല്ലോ എന്നൊരു വിഷമമായിരുന്നു. എങ്കിലും അവൾ ഭക്ഷണം കഴിക്കാനെല്ലാം പഠിച്ചിട്ടാണ് വന്നത്. അവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുത്തു, പപ്പടമൊക്കെ കൊടുത്തു. അതെല്ലാം ഒട്ടും കളയാതെ എല്ലാം ഭംഗിയായിട്ട് കഴിച്ചു. പിന്നെ അതുപോലെ എഴുതുമെന്ന് പറഞ്ഞപ്പം എഴുതി കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ ഇവിടെ നിർത്താം, പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 6 വയസ്സിലാണ് ഞാൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ മേഴ്സി ഹോമിൽ ചെല്ലുന്നത്. അവിടെ സിസ്റ്റേഴ്സാണ് ബോർഡിങ്ങിൽ. അതുമല്ല, എനിക്ക് അന്ന് കുഞ്ഞായിരുന്നു. പപ്പേനെ അമ്മേനെയൊക്കെ വിട്ടാണ് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുന്നത് തന്നെ. എനിക്ക് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. സ്കൂളിൽ പോയി അവൾ മിടുക്കിയായിട്ട് പഠിക്കാൻ തുടങ്ങി. അവൾ കലാകായിക താരങ്ങൾക്കെല്ലാം അവൾ മിടുക്കിയായിരുന്നു. ഓട്ടത്തിനും ഡാൻസിനും എല്ലാത്തിനും മിടുക്കിയായിരുന്നു. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് സിസ്റ്റർ മരിയയിലെ സിസ്റ്റർ റോസും ഉണ്ടായിരുന്നു. സിസ്റ്റർ മരിയയിൽ ഇങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെയാണ് സ്റ്റാൻഡ് ചെയ്ത് എടുക്കേണ്ടത് എന്നുള്ളൊരു പരിശീലനം ആണ് തന്നുകൊണ്ടിരുന്നത്. സ്വന്തമായിട്ട് അവനവൻ്റെ കഴിവ് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രാക്ടീസും അതോടൊപ്പം തന്നെ അവിടെ പഠിപ്പിക്കുകയും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണ സ്കൂളിലാണ് ഞങ്ങൾ പഠിക്കാൻ പോയത്. ചങ്ങനാശ്ശേരിയിൽ സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് സന്യാസിനിമാരുടെ ഭവനത്തിൽ താമസിച്ചുള്ള പഠനം സ്വപ്നയെ ഏറെ വളർത്തി. മാനസികമായും
ആത്മീയമായും അവൾ ശക്തി പ്രാപിച്ചത് അക്കാലത്തായിരുന്നു. അന്ന് ഞാൻ ചെറുപ്പത്തിലെ ഭയങ്കര ദേഷ്യക്കാരിയും വാശിക്കാരിയും ഒക്കെ ആയിരുന്നു. പക്ഷേ അവിടെ നിന്ന് ആ സിസ്റ്റർമാരുടെ പരിശീലനത്തിലൂടെയും അവരുടെ ഒരു ഉപദേശത്തിലൂടെയും പിന്നെ അവരുടെ ആ വിശ്വാസം, അവർ പ്രാർത്ഥിക്കാനും എല്ലാം അവരുടെ ഒരു നന്മ നമ്മളിൽ വളർത്തിയെടുക്കാനായിട്ടും മറ്റുള്ളവരെ അവരുടെ കൂടെ നിന്നതുകൊണ്ടുമാണ് എൻ്റെ ഈ സ്വഭാവ ദേഷ്യം മാറും ആ ഒരു വിശ്വാസത്തിലേക്കും അവരുടെ ഒരു നന്മ, സ്നേഹം, എളിമ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്കത് പഠിക്കാൻ പറ്റി. സ്വപ്ന കടന്നുപോയ വഴികൾ വളരെ പ്രത്യേകമായും തൻ്റെ കുറവുകളെ അതിജീവിക്കാൻ അവളെ പ്രാപ്തയാക്കി. ചില കുറവുകളുള്ള സഹവാസികൾക്കും സാധാരണക്കാരായ സഹപാഠികൾക്കുമൊപ്പമുള്ള ജീവിതം ഘട്ടം ഘട്ടമായി അവളെ തിരിച്ചറിവുകളിലേക്ക് നയിച്ചു. മേഴ്സി ഹോമിലെ സന്യാസിനിമാരുടെ ഇടപെടലുകളായിരുന്നു പ്രധാനം. വൈകല്യത്തെ അതിജീവിക്കുവാൻ അവർ അവളെ പരിശീലിപ്പിച്ചു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും 2 കൈയുള്ളവരും കാലുള്ളവരും ഒക്കെയാണ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങളവിടെ പഠിക്കുന്നവർ 2 കൈയില്ല ത്തവർ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ചെരുപ്പിട്ട് നടക്കുന്ന ഒരു കുറച്ച് പേരുണ്ടായിരുന്നു. പോളിയോ വന്ന പ്രത്യേകതരം ചെരുപ്പായിരുന്നു അവർ ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഈ കൈയില്ലാത്ത ഞാൻ അവരുടെ കൂടെ കളിക്കുന്നു. പിന്നെ അവിടെ കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേച്ചിമാർ വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേനും കിടക്കുന്നതിന് മുമ്പ് പറയും പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി, രാവിലെ ആകുമ്പോഴത്തേനും ഈശോ കൈ തരുമെന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ അന്നൊക്കെ ഈശോയോട് പ്രാർത്ഥിക്കുന്നത്, ഈശോ എനിക്ക് രാവിലെ നേരം വെളുക്കുമ്പോൾ എനിക്ക് 2 കൈയെങ്കിലും 1 കൈയെങ്കിലും തരണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് സ്വന്തമായിട്ട് ബോധ്യം വന്നു 2 കൈയില്ല, അതിന് വരുകയില്ല. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ടതെന്ന് എനിക്ക് അവിടുന്ന് തൊട്ട് എനിക്ക് മനസ്സിലാക്കി തന്നത് സിസ്റ്റേഴ്സാണ്. അത് കൂടുതലായിട്ടും മരിയില്ലാമ്മയും റോസമ്മയാണ് എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്നത്. ഒരു മോളെ എങ്ങനെ ഒരു അമ്മ നോക്കുന്നോ അതേപോലെ തന്നെയാണ് എന്നെ അവർ നോക്കി പരിപാലിച്ച് കൊണ്ടുവന്നത്. ഞാൻ അവിടെ 10 വരെയും അവിടെയാണ് പഠിച്ചത്. നമ്മുടെ മേഴ്സി ഹോമിൽ വെച്ച് പടം വെച്ച് വരപ്പിച്ച് അവളെ പഠിപ്പിച്ചിരുന്നു. അവൾ അത് കാരണം എവിടെ പോയാലും പടം വരയ്ക്കാനും മിടുക്കിയായിട്ട് വന്നു. ഡാൻസ് ആയാലും അവളെ നന്നായിട്ട് ഡാൻസ് പഠിക്കും, ഡാൻസ് കളിക്കും, അഭിനയം ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ട് അവൾ ഒരു നല്ല രീതിയിൽ വന്നുകൊണ്ട് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പം അവർക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമായി. എവിടെ പോയാലും സമ്മാനം അവൾക്കുണ്ട്. ഡാൻസിനായാലും ഡ്രോയിങ്ങിനായാലും പിന്നെ കായിക താരങ്ങൾക്കായാലും അവൾക്ക് എല്ലാത്തിനും നല്ല സമ്മാനം കിട്ടി. സന്തോഷമായിട്ട് അവൾ മേഴ്സി ഹോമിൽ അത്രയും വർഷം അവിടെ ജീവിച്ചു. തൻ്റെ തുടർ ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും സ്വപ്ന ഗൗരവമായി ചിന്തിച്ചിരുന്നു. അതിനകം തൻ്റെ വൈകല്യത്തെ അതിജീവിക്കുവാൻ തക്ക ആത്മബലവും ദൈവവിശ്വാസത്തിൽ അടിയുറച്ച ജീവിത കാഴ്ചപ്പാടുകളും നേടിയെടുത്തിരുന്ന അവൾക്ക് മുൻപോട്ടുള്ള യാത്ര താരതമ്യേന സുഗമമായിരുന്നു. ദൈവനിശ്ചിതമായ ആ ജീവിതമാർഗത്തെ തിരിച്ചറിഞ്ഞത് ആ ജീവിതത്തിൽ നിർണായകമായി മാറി. 2 കൈയില്ലെങ്കിലും എനിക്കും ജീവിക്കാൻ പഠിക്കണം. അങ്ങനെയാണ് ഞാൻ 9 കഴിഞ്ഞ് 10 അവിടെ വെച്ച് തന്നെ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പ്രീ ഡിഗ്രി, അന്നൊക്കെ +2 ഇല്ലായിരുന്നു, +1 +2 ഇല്ലായിരുന്നു, പ്രീ ഡിഗ്രി ആണ്. അത് ഞാൻ ആലപ്പുഴ സെൻറ്റ് ജോസഫ്സിലാണ് പഠിച്ചത്. അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഇനി എന്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എനിക്ക് എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയായില്ല, വീട്ടിലാണേലും പുറത്തിറങ്ങാതെ. അപ്പോഴാണ് എനിക്ക് ദൈവം ഒരു കഴിവ് സ്വന്തമായിട്ട് തന്നിട്ടുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി
1957 ആരംഭിച്ച അസോസിയേഷൻ ഓഫ് മൗത്ത് ആൻഡ് ഫുഡ് പെയിന്റിംഗ് ആർട്ടിസ്റ്റ്സ് എന്ന സംഘടനയുമായി ബന്ധപ്പെടാനായതാണ് സ്വപ്നയുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി മാറിയത്. കാലുകൊണ്ടും വായ്കൊണ്ടും ചിത്രം രചിക്കുന്ന ഭിന്നശേഷിക്കാരായ നൂറുകണക്കിന് കലാകാരന്മാർക്ക് ജീവിതമാർഗം ഒരുക്കിയിട്ടുള്ള ഈ സംഘടനയിൽ ഇന്ന് അനേക രാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുണ്ട്. ആ കലാകാരന്മാർക്കൊപ്പം സ്വപ്ന വരയ്ക്കുന്ന ചിത്രങ്ങൾക്കും ഈ സംഘടന മാന്യമായ പ്രതിഫലം നൽകുന്നു. അതിൽ 80 രാജ്യങ്ങളിൽ നിന്നായിട്ട് 800ഓളം അംഗങ്ങളാണ് ഇതിൽ ഉള്ളത്. പിന്നെ കേരളത്തിൽ നിന്നായിട്ട് ഞങ്ങൾ 7 പേരുണ്ട്. ഇന്ത്യയിൽ നിന്ന് 24 പേരാണ് ഈ സംഘടനയിലുള്ളത്. ഇപ്പോൾ ബോംബെയിലായിട്ട് ഇതിൻ്റെ ഒരു ബ്രാഞ്ചുണ്ട്. അതിൽ ഞങ്ങളുടെ ബോസ്, അതിൻ്റെ പേര് ബോബി തോമസ് എന്നാണ്. ഇത് മുഖേനയാണ് ഞങ്ങളുടെ പെയിൻറ്റിങ്സ് അങ്ങോട്ട് ഞങ്ങൾ വരച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് ഞങ്ങൾക്ക് നല്ലൊരു പ്രതിഫലമാണ് അവർ തരുന്നത്. ഞങ്ങൾ 7 പേരും ഞങ്ങൾ ഒന്നിച്ച് കൂടാറുണ്ട്. കേരളത്തിലുള്ള 7 പേരും ഒരുമിച്ച് കൂടാറുണ്ട്. പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള 24 പേരാണ്. അവർ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം എന്തെങ്കിലുമൊക്കെ നടക്കുവാണെങ്കിൽ ഇടയ്ക്കൊക്കെ, പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ സാറുമായിട്ടാണ് സംസാരിക്കുന്നത്. AMFPA എന്ന സംഘടന വളരെ മഹത്തരമായ ഒരു ദൗത്യമാണ് ഈ ലോകത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിയടഞ്ഞു പോകുമായിരുന്ന നൂറുകണക്കിന് ദുർബല ജീവിതങ്ങളെയാണ് അവർ ഏറ്റെടുത്ത് മാന്യമായ ജീവിതമാർഗം തുറന്നുകൊടുത്തിരിക്കുന്നത്. സ്വപ്നയുടെ ജീവിതത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തിയ ഈ സമൂഹം അവളിലെ കലാകാരിയെ വളർത്തുക മാത്രമല്ല, ഈ വലിയ ലോകത്തിൻ്റെ വാതിലുകൾ അവൾക്ക് മുന്നിൽ മലർക്കെ തുറന്നിടുക കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകം സ്വപ്ന അനവധി രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അനേകം സുഹൃത്ത് ബന്ധങ്ങളും ഇക്കാലയളവിൽ അവൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് ഞാൻ പോയത് ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഇതിലായിട്ട് ഏഷ്യ എന്നുള്ള എല്ലാവരും കൂടി ഒത്തുകൂടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു സിംഗപ്പൂർ വെച്ച്. അത് 2012 അവിടെ എനിക്ക് അങ്ങനെ പോകാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഖത്തറിൽ ഈ അസോസിയേഷൻ മുഖേന ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിരുന്ന സമയത്താണ് എൻ്റെ പപ്പയ്ക്ക് സുഖമില്ലാതെ വരികയും പപ്പ മരിക്കുകയും ചെയ്തത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് നിക്ക് വിജിക്കിനെ കാണണമെന്നൊരു എനിക്കൊരു ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്താണ്. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയാൻ എനിക്ക് ഇതിൻ്റെ പടം വരച്ച് നേരിട്ട് കൊടുക്കാൻ സാധിച്ചെന്നുള്ളതാണ്. അത് ദുബായിൽ വെച്ച് കഴിഞ്ഞ് 2016 അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു അവസരം കൂടി കിട്ടി. ദുബായിൽ കഴിഞ്ഞ മാസം ഏപ്രിൽ എനിക്ക് 2018 എനിക്ക് ഒന്നുകൂടി പോകാൻ സാധിച്ചു. അവിടെ മദേഴ്സ് ഡേയുടെ ഒരു കോമ്പറ്റീഷൻ നടന്ന സമയത്ത് ഡെൽമാമാളി വെച്ച് അവിടെ ഒരു ഇതുണ്ടായിരുന്നു. അവരെന്നെ ഇതിന് വിളിക്കുകയും പോകാൻ സാധിക്കുകയും ചെയ്തു. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൂടെ പോവുക, പിന്നെ ആ സ്ഥലങ്ങൾ കാണുക, അവിടെയുള്ള ഇത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അത് നമ്മുടെ മനസ്സിൽ കാണും. അത് വന്നു കഴിഞ്ഞ് കഴിയുമ്പം അതൊരു ചിത്രമാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അനേകായിരങ്ങൾക്ക്, പ്രത്യേകിച്ചും യുവജനങ്ങൾക്ക് മുന്നിൽ സ്വപ്ന ഒരു വഴികാട്ടിയാണ്. ചെറുതും നിസ്സാരവുമായ കുറവുകൾക്ക് മുന്നിൽ പതറുകയും നിരാശയുടെ ആഴങ്ങളിൽ ജീവിതം തള്ളി നീക്കുകയും ചെയ്യുന്ന അനേകർക്ക് ഈ ജീവിതം ഒരു വലിയ പ്രചോദനമായി മാറുന്നു. സ്കൂളുകളും കോളേജുകളും അവളുടെ വാക്കുകൾക്കായി കാതോർക്കുന്നു. ഏതവസ്ഥയിലിരുന്നാൽ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സ്കൂളുകളിലൊക്കെ പോകാറുണ്ട്. പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട്. ഞാൻ അവിടെ വെച്ച് ചെറുതായിട്ട് വരച്ച് കാണിക്കാറുണ്ട്. അപ്പോൾ പിള്ളേർ ചോദിക്കും, ഇതെങ്ങനെയാണ് ചേച്ചി ചെയ്യുന്നത്, കാലെങ്ങനെയാണ് ചേച്ചി ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത്, എങ്ങനെ വഴങ്ങുന്നത്, നമ്മുടെ കൈ ചെയ്യുന്ന പോലെ അല്ല എന്നൊക്കെ പിള്ളേർ വന്ന് ചോദിക്കാറുണ്ട്. അതൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊത്തിരി സന്തോഷമാണ്. നമ്മൾ കാരണം ഒരു കുട്ടി ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ ബുദ്ധിമുട്ടുകളും ആ മടിയൊക്കെ മാറ്റി കൊടുക്കാനുള്ള ഇത് നമുക്ക്, ഞാനൊരാൾ മുഖേന അങ്ങനെ ഒരു ഇത് വരുമ്പം എനിക്കൊത്തിരി ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ കോളേജിലെ കുട്ടികളാണേലും. ഈ ബ്ലോക്ക് പരിധിയിൽ വരുന്ന കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഏകദേശം 600-ൽ പരം കുട്ടികൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളായിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ എല്ലാ വർഷവും നടക്കാറുണ്ട്. കോതമംഗലത്ത് വെച്ചാണ് ഇത് നടക്കുന്നത്. ആ കുട്ടികൾക്കെല്ലാം സ്വപ്ന വളരെയേറെ ഒരു പ്രചോദനമായിട്ട് ആ കുട്ടികൾക്ക് തോന്നിയിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന ആ മാനസികമായിട്ടുള്ള വലിയ സപ്പോർട്ട് സ്വപ്നയ്ക്ക് കൊടുക്കുവാൻ പറ്റുന്നുണ്ട്. ഇന്ന് അനവധി നേട്ടങ്ങളുടെ നെറുകയിൽ ആത്മവിശ്വാസത്തോടെ നിലകൊള്ളുമ്പോൾ
ചിലർക്ക് മുന്നിൽ സ്വപ്ന നിറകണ്ണുകളോടെ ശിരസ് നമിക്കുന്നു. തന്നെ ദൗർബല്യങ്ങളുടെ തടവറയിൽ നിന്ന് കരകയറ്റാൻ കൂടെ നിന്ന കുറേയേറെ പേർ. കടിഞ്ഞൂൽ പുത്രിയുടെ വൈകല്യത്തിന് മുന്നിൽ മനസ്സ് തകരാതെ ഒരു വലിയ ദൈവിക പദ്ധതിക്ക് ചുക്കാൻ പിടിച്ച മാതാപിതാക്കൾ, ആത്മബലം പകർന്ന മേഴ്സി ഹോമിലെ സന്യാസിനിമാർ, ചിത്രകല അഭ്യസിപ്പിച്ച ഡെന്നി മാത്യു എന്ന അധ്യാപകൻ, AMFPAയിലേക്ക് വഴിതെളിച്ചവർ, പിന്നെ എക്കാലവും ശക്തി പകർന്ന ഒരുപാട് സുഹൃത്തുക്കളും. എനിക്ക് വരയ്ക്കാനുള്ള കഴിവ് ദൈവം തന്നു, പക്ഷേ അതിൻ്റെ കൂടുതലായിട്ടൊന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡെന്നി മാത്യു എന്ന് പറഞ്ഞ സാറിനെ പരിചയപ്പെടുന്നതും സാറിനോട് ഞാൻ ചോദിക്കുമായിരുന്നു ചെയ്തത്, സാർ എനിക്കൊന്ന് ക്ലാസ് എടുത്ത് തരാമോ എന്ന്. സാറ് എനിക്ക് പഠിപ്പിച്ച് തന്നു. ക്ലാസ് എടുക്കാനായിട്ട് ആഴ്ചയിൽ 3 ദിവസമാണ് സാർ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ സാറിനറിയാവുന്ന ഇതെല്ലാം എനിക്ക് തരികയും അത് കണ്ടാണ് ഞാനിപ്പോൾ വരച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. പലരുടെയും വര കണ്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ പെയിൻറ്റിങ് അത്രയ്ക്കും നല്ലതെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിങ്സാണ്. അത് എൻ്റെ സാറാണ് എനിക്ക് ഫുൾ സപ്പോർട്ട്. പിന്നെ എൻ്റെ വീട്ടിലുള്ളവർ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഫുൾ സപ്പോർട്ടാണ് എനിക്ക്. ഇപ്പോൾ എവിടെ പോകാനാണേലും എന്തിനു വേണ്ടി ഞാൻ ഒന്ന് വിളിച്ചാൽ മതി, വരും. പിന്നെ എൻ്റെ സഹോദരങ്ങൾ. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തിനൊരു വലിയ ദൈവനിയോഗത്തിൻ്റെ പിൻബലമുണ്ടെന്ന് അവൾ തിരിച്ചറിയുന്നു. പരിമിതികളുമായി ജീവിക്കാൻ അനുവദിച്ച ദൈവം തന്നെ ആ പരിമിതികളെ അതിജീവിക്കുവാൻ കൃപ നൽകിയിരിക്കുന്നു, ഒപ്പം മറ്റനേകർക്ക് ശക്തി പകരുവാനും. ദൈവം പണ്ടേ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ 2 കൈയില്ലാതെ എന്നെ ഈ അച്ഛനമ്മമാർക്ക് കൊടുത്തത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ആയിട്ടാണ് 2 കൈ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എങ്ങനെയാവുമായിരുന്നോ എന്താകുമായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഈ 2 കൈയില്ലാത്തതുകൊണ്ട് ഒത്തിരി ജനങ്ങളുടെ പ്രാർത്ഥന എനിക്കിപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പിന്നെ ഒത്തിരി പേര് എനിക്ക് എന്നെപ്പോലെ തന്നെയുള്ളവരെ അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അല്ലാതെയുള്ള ആൾക്കാരെ, സുഹൃത്തുക്കളെ എനിക്ക് ഒത്തിരി കിട്ടുന്നുണ്ട്. അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു കാരുണ്യമാണ്, അനുഗ്രഹം എന്നിൽ ഒത്തിരി കൂടെ വർഷിച്ചുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പം ഈ നിലയിൽ ഇങ്ങനെ നിൽക്കാനൊരു സാധിച്ചത്. ഏറെ സവിശേഷതകളുള്ള ഈ കലാകാരിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം തിരിച്ചറിയുന്ന സത്യങ്ങൾ അനവധിയാണ്. മാനുഷികവും ഭൗതികവുമായ കുറവുകളൊന്നും ദൈവനിശ്ചിതമായ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരാൾക്ക് തടസ്സമായി മാറുന്നില്ല. കുറവുകളെന്ന് നാം കരുതുന്നവയുടെ മറവിൽ നമ്മുടെ നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ടാവും. അത് കണ്ടെത്തുവാൻ വേണ്ടത് 2 കാര്യങ്ങൾ മാത്രം. 1, വിജയിക്കുവാനുള്ള അദമ്യമായ ആഗ്രഹം. 2, സർവശക്തനായ ദൈവത്തിലുള്ള ആശ്രയം.